ദുരന്തർ പാർട്ട് 2 ദ റിവെഞ്ച്. ഓബിയസ്ലി പാർട്ട് 2 പറ്റി പറയുന്നതിന് മുന്നേ പാർട്ട് 1 പറ്റിയുള്ള എൻ്റെ ഒരു ബേസിക് അഭിപ്രായം പറയണമെങ്കിൽ എനിക്ക് പേഴ്സണലി പാർട്ട് 1 മറ്റേതൊരു മനുഷ്യനെയും പോലെ തന്നെ ഒരു ഗംഭീര സിനിമയായിട്ട് തോന്നിയത്. ആൻഡ് പാർട്ട് 2 കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ വൻ എക്സ്പെക്ടേഷൻസോടെ തന്നെയാണ് പോയത്. ആൻഡ് സിമ്പിളായിട്ട് സിനിമയെ പറ്റി പറയണമെങ്കിൽ ഗംഭീരം. ദിസ് ഈസ് ഹൗ യു ഡു എ സീക്വൽ. ഒരു രണ്ടാം ഭാഗം എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുത്ത് വെക്കണം. ദിസ് ഷുഡ് ബി ദി ഹിസ്റ്ററി ലെസൺ, അഥവാ ഇതായിരിക്കണം ഒരു പാഠഭാഗം. അപ്പോൾ രണ്ടാം ഭാഗം എടുക്കണമെങ്കിൽ ഇപ്പിടി എടുത്ത് വെക്കണം. അമ്മാതിരി ലെവല് പടം സൂപ്പർ ആയിട്ടുണ്ട്. അഥവാ 4 മണിക്കൂറിനടുത്തുള്ള ഒരു സിനിമ, ആ സിനിമ നമ്മൾ ഡ്യൂറേഷനെ പറ്റി ചിന്തിക്കാതെ മൊത്തത്തിൽ ആ ഒരു വേൾഡിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ആൻഡ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഒരു സെക്കൻഡ് പോലും ഡ്യൂറേഷനെ പറ്റി ആലോചിക്കുക, വലുതായി ബോറടിക്കുക, അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആയിരിക്കും ആ ഒരു വേൾഡിൽ. ആൻഡ് ദാറ്റ് ഈസ് ഈസിലി ദ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് ഓഫ് ദിസ് മൂവി. ആൻഡ് അതിൽ കുറേ ആൾക്കാർ വലിയ പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ഈ പടത്തിൽ വർക്ക് ചെയ്ത ഓരോ ആൾക്കാർ ഇപ്പോൾ ആദ്യം തന്നെ പെർഫോമൻസസ് എന്ന് തുടങ്ങാം. ഞാൻ എന്താ പറയുക, ഇതിൽ അഭിനയിച്ച ആൾക്കാരുടെയൊക്കെ പെർഫോമൻസ് നമ്മൾ ദുരന്തർ 1 കണ്ടതാണ്. പുതിയ ആൾക്കാരുണ്ട്, അവരൊക്കെ ഗംഭീര പ്രകടനം തന്നെയാണ്. പിന്നെ ഇപ്പോൾ പറയണമെങ്കിൽ രൺവീർ സിംഗ്, ഫസ്റ്റ് പാർട്ടിൽ രൺവീർ സിംഗ് പാവത്തിന് കുറേ ഹേറ്റൊക്കെ കിട്ടിയതാണ്. ആളിൻ്റെ അഭിനയം വലിയ പോരാന്നൊക്കെ പറഞ്ഞു, വിച്ച് ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ബുൾഷിറ്റ്. അദ്ദേഹം ഫസ്റ്റ് പാർട്ടിലും ഗംഭീരമായിരുന്നു, ഈ പാർട്ടിലും അതിഗംഭീരമായിരുന്നു. ഈസിലി വൺ ഓഫ് ഹിസ് കരിയർ ബെസ്റ്റ് റോൾസ് എന്ന് തന്നെ പറയാൻ പറ്റും. അമ്മാതിരി ലെവൽ പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഹീ വാസ് ദ സ്റ്റാർ ഓഫ് ദ ഷോ. അഥവാ അണ്ണൻ വന്ന് സ്ക്രീനിൽ നിൽക്കുമ്പോൾ അണ്ണനാണ് സ്റ്റാർ. പിന്നെ അർജുൻ രാംപാൽ ആസ് മേജർ ഇക്ബാൽ, പിന്നെ നമ്മുടെ സഞ്ജയ് ദത്ത് ആസ് SP അസ്ലം, അതുപോലെ ആർ മാധവൻ ആസ് അജയ് സന്യാൽ, രാകേഷ് ബേഡി ആസ് ഐ തിങ്ക് ജമീൽ ജമാലി, ഐ തിങ്ക് അതാണ് ക്യാരക്ടറിൻ്റെ പേര്. എൻ്റെ പൊന്നോ, അടിപൊളി ക്യാരക്ടേഴ്സ്, അടിപൊളി പെർഫോമൻസസ്, എല്ലാം വേറെ ലെവൽ, ഒന്നും പറയില്ല. ടെക്നിക്കലി പടം അബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആണ്. പ്രൊഡക്ഷൻ ഡിസൈൻ എന്നൊക്കെ പറയുന്നത് ഔട്ട് ഓഫ് ദിസ് വേൾഡ് ആണ്. ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഫുൾ ഫോഴ്സിലാണ് പടത്തിന് വേണ്ടി വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് പറയുമ്പോൾ എനിക്കൊരു പോരായ്മ എടുത്ത് പറയണം. ഈ പടത്തിലെ CGIയും അതുപോലെ ഗ്രീൻ സ്ക്രീൻ എഫക്ട്സും എനിക്ക് പേഴ്സണലി ആക്ച്വലി അത്രയ്ക്ക് മികച്ചതായിട്ട് തോന്നിയില്ല. എസ്പെഷ്യലി ഈ പ്രൊഡക്ഷൻ ഡിസൈനും സിനിമാറ്റോഗ്രഫിയും അതുപോലെ കളർ ഗ്രേഡിംഗ് വർക്കൊക്കെ ഇത്രയും റിച്ച് ആയിരിക്കുമ്പോൾ ആ ഒരു എബോ ആവറേജ് ബിലോ ആവറേജ് ലെവലിലുള്ള CGIയും അതുപോലെ ഗ്രീൻ സ്ക്രീൻ എഫക്ട്സും കാണുമ്പോൾ നമുക്ക് അത് എടുത്ത് മനസ്സിലാവും. അതെനിക്ക് ഡെഫിനറ്റ്ലി ഈ പടത്തിലൊരു വലിയൊരു കല്ലുകടിയായിട്ടാണ് തോന്നിയത് അവിടെ ഇവിടേക്കായിട്ടൊക്കെ. അതുപോലെ ഇനി മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഓ മൈ ഗോഡ്, ശശ്വത് സച്ദേവ് അണ്ണ, നിങ്ങൾ എന്നാ പണി വെച്ചിരിക്കുക. ഫസ്റ്റ് പാർട്ടിൽ തന്നെ നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ കണ്ടു എന്നാണ് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചത്. ബട്ട് നിങ്ങൾ പറഞ്ഞ അതൊക്കെ സാമ്പിൾ മകനെ, ഇത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവല് സാധനമാണ് പണി വെച്ചിരിക്കുന്നത് ഈ പടത്തിൽ. സീരിയസ്ലി ഈ പടം 4 മണിക്കൂറിന് അടുത്തുള്ള പടത്തിൽ 3.5 മണിക്കൂർ ഞാൻ ലിറ്ററലി ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുന്നു. ബിക്കോസ് ആ ലെവലിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് അണ്ണം പണി വെച്ചിരിക്കുന്നത്. വേറെ ലെവൽ മ്യൂസിക് വർക്ക്. ഇതൊക്കെ പറയുമ്പോൾ പോലും ഈ പടത്തിൽ കുറേ മൊമെന്റ്സ് ഉണ്ട്, ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അഥവാ ദുരന്തർ എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു സ്റ്റോറി ഫ്ലോയും പാറ്റേണൊക്കെ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ദുരന്തർ 2 തിയേറ്ററിൽ ഒരു ട്രീറ്റ് തന്നെയായിരിക്കും. അത് നിങ്ങൾ ഒരു എനർജറ്റിക് ക്രൗഡിന്റെ ഇടയിൽ നിന്ന് കാണുമ്പോൾ കിട്ടാൻ പോകുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി ഈ പടത്തിനെ പറ്റി കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് ഉണ്ടല്ലോ, ഫസ്റ്റ് ഹാഫ് ഫുൾ സെറ്റപ്പാണ്. അഥവാ സെക്കൻഡ് ഹാഫിലേക്ക് ആ ഒരു പേ ഓഫിന് വേണ്ടിയുള്ള സെറ്റപ്പ്. അപ്പോൾ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ വെച്ചാൽ അവിടെ ഇവിടെ കയറിയുള്ള കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസും കുറച്ച് മൊമെന്റ്സും കുറച്ച് സീനുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് ആക്ച്വലി കുറച്ച് പ്ലെയിൻ ആയിട്ടാണ് പോകുന്നത്. ബോറടിച്ചു എന്നല്ല പറയുന്നത്, ബട്ട് നമുക്കത് ഫീൽ ചെയ്യും. അഥവാ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇമോഷൻ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഉണ്ടാക്കില്ല. കുറേ സീനുകൾ കേട്ടോ, എല്ലാം എന്നല്ല പറയുന്നത്. ഫസ്റ്റ് ഹാഫിൽ കുറേ ഗംഭീര മൊമെന്റ്സ് ഉണ്ട്, പക്ഷേ മെജോറിറ്റി ഓഫ് ദ ഫസ്റ്റ് ഹാഫ് ഒരു പ്ലെയിൻ ഫ്ലാറ്റ് ലൈൻ ആയിട്ടാണ് അങ്ങനെ പോകുന്നത്. അത് എഗൈൻ ഒരു പക്കാ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഫസ്റ്റ് ഹാഫ് ആ സെറ്റപ്പ് ആണല്ലോ. പിന്നെ അതുപോലെ പടത്തിന്റെ ഡ്യൂറേഷൻ, എഗൈൻ 4 മണിക്കൂർ എന്ന് പറയുന്ന ആ ഡ്യൂറേഷനെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. ബട്ട് എന്നാലും അറ്റ് എൻ്റെ ഇടയിൽ നമ്മളെല്ലാവരും മനുഷ്യന്മാർ തന്നെയാണല്ലോ. സിനിമ കഴിയുമ്പോൾ നമ്മളൊരു 4 മണിക്കൂർ പടം കണ്ട ഫീൽ ഉണ്ടാവും. അല്ലാണ്ട് 4 മണിക്കൂർ പടം 2 മണിക്കൂർ പോലെ പോയി എന്നൊന്നും ഞാൻ പറയില്ല, കാരണം അത് തെറ്റായിരിക്കും. ബിക്കോസ് 4 മണിക്കൂർ പടം കണ്ട പോലെ തന്നെ ഉള്ളൊരു ഫീൽ തന്നെയാണ് പടം കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഈ പടത്തിൽ ഐ വുഡ് സേ ഈ പടം ദുരന്തർ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എനിക്ക് ആക്ച്വലി ഇമോഷണലി പവർഫുൾ ആയി തോന്നി. അപ്പോൾ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ ഇമോഷൻസ്. അഥവാ ചില സീൻസിലൊക്കെ നമ്മളിങ്ങനെ ഓ മൈ ഗോഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ്, ലെറ്റ്സ് ഗോ എന്ന് പറയുന്ന ആ ഒരു എക്സൈറ്റ്മെന്റും ഷോക്കും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ചില സീനൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സങ്കടം ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ സീനുകൾ ഈ പടത്തിലുണ്ടായിരുന്നു. ഇമോഷണലി കുറച്ചും കൂടി പവർഫുൾ ആയിട്ടാണ് എനിക്ക് ദുരന്തർ പാർട്ട് 2 ഫീൽ ചെയ്തത്. അത് പറയുമ്പോൾ പോലും എല്ലാം വർക്കായില്ല. ആക്ച്വലി ഒരു സാധനം, അത് ഈ പടത്തിന് എനിക്ക് പേഴ്സണലി ഏറ്റവും വലിയ നെഗറ്റീവായിരുന്നു. അത് നമ്മുടെ സാറ അർജുൻ്റെ ക്യാരക്ടറാണ്. സത്യസന്ധമായിട്ട് പറയാലോ, എനിക്ക് ഭയങ്കര വലിയൊരു മിസ്കാസ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. സാറ അർജുൻ നല്ല പെർഫോമൻസ് തന്നെയാണ് കേട്ടോ. അവരുടെ പെർഫോമൻസിനെ പറ്റി ഞാൻ ഒന്നും പറയില്ല, അവർ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഈ രൺവീർ സിംഗ് സാറ അർജുനും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ഒരു ഫീൽ കിട്ടുന്നില്ല.
നമുക്ക് അത് എനിക്ക് ഭയങ്കര വിയേർഡായി തോന്നി. എനിക്ക് അങ്ങോട്ട് അവൻ്റെ ഭാര്യ ഭർത്താവായിട്ട് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷണൽ സീൻസ് ആ ഒരു ലെവലിൽ എനിക്ക് വർക്കായില്ല. അവർ രണ്ടുപേരും ഗംഭീര പ്രകടനമായിരുന്നു, മ്യൂസിക് അടിപൊളിയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ബട്ട് ഭയങ്കര വലിയൊരു മിസ്കാസ്റ്റായിട്ട് ഫീൽ ചെയ്തു. വേറെ ആർക്കെങ്കിലും കൊടുക്കാമെന്നെങ്കിൽ ഐ തിങ്ക് ആ സീൻസൊക്കെ ഇനിയും മച്ച് ബെറ്റർ ആക്കാമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് ഈ നെഗറ്റീവ്സ് ഒക്കെ ഞാൻ പറയണമെങ്കിൽ പോലും സ്റ്റിൽ ഗൈസ് ദിസ് മൂവി ഈസ് ഫിനോമിനൽ. ഒരു ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഇത് തിയേറ്ററിൽ നിങ്ങൾ മിസ് ചെയ്ത് ഓബിയസ്ലി ദുരന്തർ 1 കാണുക ആദ്യം. ബട്ട് ദുരന്തർ 1 കണ്ട് ഏതൊരു മനുഷ്യനും ഈ പടം തിയേറ്ററിൽ തന്നെ കാണണം. ഐ മീൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ദുരന്തർ 1 കണ്ട് ഏതൊരു മനുഷ്യനും ഈ പടം തിയേറ്ററിൽ തന്നെ കാണും. അത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ആൻഡ് ഇറ്റ്സ് എ ഡെഫിനറ്റ് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ഇൻ മൈ ഒപ്പീനിയൻ. അതൊരു എനർജറ്റിക് ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതൊക്കെ പറയുമ്പോൾ പോലും ഞാൻ ഒരു കാര്യം കൂടി എടുത്ത് പറയാം, ഇതൊരു A സർട്ടിഫിക്കറ്റ് പടമാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളൊന്നും കൊണ്ടുപോയി ദൈവത്തിന് ആലോചിച്ച് ഈ പടം കാണിക്കരുത്. ഇന്ന് തന്നെ തിയേറ്ററിൽ കുറേ ചെറിയ കുട്ടികളുണ്ടായിരുന്നു. നല്ല വയലൻസും കുറേ തെറിവിലേക്കുള്ള പടമാണ്. എന്തിനാ വെറുതെ ചെറിയ കുട്ടികളെ ഇതൊക്കെ കാണിപ്പിക്കുന്നത്? സോ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഈ പടം തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ബട്ട് ദാറ്റ്സ് ഇറ്റ് ഫോർ മൈ ഒപ്പീനിയൻ. നിങ്ങൾ സിനിമ കണ്ടവരാണ്, നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. I will see you guys in next video. Bye bye.